पानीत पो होता ना ഇവിടുത്തെ ഒരു കുഴൽക്കിണറിന്റെ പ്രത്യേകത ഉണ്ടോ? ഏത് ചെറിയ കുട്ടിക്കും വെള്ളം പിടിക്കാം. കണ്ടോ? നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടെങ്കിൽ എന്ത് നല്ലതാ. നമ്മളെ നാട്ടിലെ കുഴൽക്കിണറിന്റെ പൈപ്പൊക്കെ ഭയങ്കര വലുതല്ലേ. ഇത് കണ്ടോ? ആകെ ഇത്രയുള്ളൂ, ഒരു ചെറിയ പൈപ്പ്. ഈ ഒരു പൈപ്പേ ഉള്ളൂ. ഇതിന്ന് തന്നെ മോട്ടറിന്റെ കണക്ഷൻ ഉണ്ട്. കണ്ടോ? മോട്ടറിന്റെ കണക്ഷൻ ഇങ്ങനെ പോവും. എന്താ മോട്ടർ ഇട്ട് കഴിഞ്ഞാൽ ഇതല്ല വരുന്നു, വെള്ളം വരുന്നുണ്ടോ? എന്തൊരു സ്പീഡിലത് വരുന്നതോ. ഇത് എത്ര നേരം ഇങ്ങനെ ഇട്ട് വെച്ചാൽ ഇത് വറ്റണമില്ല. ആകെ 66 അടി താഴ്ചയുള്ളൂ. 4000 ഉറുപ്പ്യാണ് ഈ ഒരു കുഴൽക്കിണർ കുത്താൻ അവന് ചെലവ് വന്നേ. അവിടെ മോട്ടർ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളിത് കൈ കൊണ്ട് അടിച്ചാൽ വെള്ളം വരുന്നുണ്ട്. നമ്മളെ നാട്ടിൽ അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അവിടെ ഒരു മോട്ടർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇന്ന് വെള്ളത്തിന്റെ കാര്യത്തിൽ ഇവർ ഭയങ്കര കേട്ടോ. ഈ ഒരു ഇത്ര വണ്ണം കുറഞ്ഞ പൈപ്പിൻ്റെ ഉള്ളിൽ മോട്ടർ എത്ര നേരം ഇട്ട് വെച്ചാലും വെള്ളം നിൽക്കുന്നില്ല. ഇവിടെ കറണ്ട് ഇല്ലെങ്കിലും കറണ്ട് ഉണ്ടെങ്കിലും രണ്ട് ഉപകാരമുണ്ട്. കറണ്ട് ഇല്ലെങ്കിൽ ഹാൻഡിൽ പിടിച്ചൊന്ന് അടിച്ചാൽ വെള്ളം കിട്ടും. കറണ്ട് ഉണ്ടെങ്കിൽ മോട്ടർ ഇട്ടാലും ആയി. നമ്മളെ നാട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ വെള്ളം കിട്ടൂലല്ലോ നമുക്ക്. ഇവിടെ ആ ഒരു ബുദ്ധിമുട്ടില്ല. രണ്ട് സിസ്റ്റം. ഇപ്പം എത്ര നേരം മോട്ടർ വർക്ക് ചെയ്തില്ലേ? കുറേ നേരമായിട്ട് ഇപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്യണ്. ഇതുണ്ടോ? അപ്പം ഇതിൽ വെള്ളം എങ്ങനെയാണെന്നുള്ളൊരു ഇതിങ്ങനെ അടിക്കുമ്പോഴുണ്ടോ വെള്ളം വരുന്നത് കണ്ടോ? നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം താന്ന് പോകുമ്പോൾ പിന്നെ നമ്മളിതിങ്ങനെ ഹാൻഡിലിൽ അടിച്ചാൽ കിട്ടൂലല്ലോ. ഇത് ഒറ്റ അടിക്ക് വെള്ളം വരും. കണ്ടോ? വെറുതെ ഏത് കുട്ടികൾക്കും വെള്ളം പിടിക്കാൻ. അതാണ് ഇതിൻ്റെ ഒരു സൗകര്യം. ഇതൊരു ഭാഗ്യമല്ലേ ശരിക്കും പറഞ്ഞാൽ. വെള്ളം ഇതുപോലത്തെ സംവിധാനം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കറണ്ട് ഇല്ലെങ്കിലും നമുക്ക് വെള്ളം കുടിക്കാം. ചോക്കളേറ്റ് നല്ല തണുപ്പുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളം തൊട്ട് നല്ല തെളിച്ചുള്ള വെള്ളം. अभी थोड़ा टाइम हो गया ना मोटर चल के. हाँ उधर से एक कॉल नहीं तो വെള്ളം വരുന്നത് നോക്ക്. കിतना पानी है.